മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രോഹിത്തിൻ്റെ അസുഖമെല്ലാം മാറി നെടുമ്പറിക്കൽ തറവാടിപ്പോൾ പഴയ പടിയിൽ തന്നെ ആയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ. ഇത്രയും കാലത്തെ പ്രശ്നങ്ങൾക്കൊടുവിൽ ആ വീട്ടിൽ സമാധാനം കൊണ്ടുവന്നത് അലീനയാണ്. അവളുടെ സ്നേഹത്തിന് മുന്നിൽ ബബിതയും രോഹിത്തുമൊക്കെ കീഴടങ്ങിപ്പോയി. അവർ ബാലചന്ദ്രനെ സ്നേഹിക്കാനും അനുസരിക്കാനും തുടങ്ങി. ബബിത കോളേജിലേക്ക് പോകുന്നുണ്ട്. രോഹിത്ത് തൻ്റെ പഠനം തുടരാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇതൊന്നും വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ വീട്ടിൽ ഒറ്റക്കായതുപോലെ തന്നെ അവർക്ക് തോന്നിപ്പോവാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി താമസിക്കണം, ഒപ്പം മക്കളെ കൊണ്ടുപോകണമെന്നൊക്കെ വൈജയന്തി ഉറപ്പിച്ചു. ഈ ഒരുമ്പെട്ടവൾ അലീന എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി രോഷത്തോടെ റൂമിൽ നിന്നും ഇറങ്ങി മക്കളെ വിളിക്കാൻ തുടങ്ങി. രോഹി, ബബിതേ, ഒന്ന് ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചിട്ടും ആരും തന്നെ കേൾക്കാത്തത് കൊണ്ട് തന്നെ വൈജയന്തിയുടെ ശബ്ദം കൂടി വന്നു. ഒടുവിൽ എല്ലാവരും ഓടിക്കൂടി. എന്താ അമ്മ എന്തിനെ ഇങ്ങനെ അലറുന്നത് എന്നൊക്കെ രോഹിത് ചോദിച്ചപ്പോൾ നിങ്ങളെന്നും ഒരു ആവശ്യത്തിനും കിട്ടുന്നില്ലല്ലോ എന്നായി വൈജയന്തിയുടെ പരാതി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് ബബിത പറഞ്ഞുവെങ്കിലും എനിക്കൊന്നും വേണ്ട. നിങ്ങൾ വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമുക്കിപ്പോൾ തന്നെ എവിടെ നിന്നും പോകണമെന്ന് പറയാണ് വൈജയന്തി. എങ്ങോട്ടേക്കാണ് എന്ന് രോഹിത് ചോദിച്ചപ്പോൾ അതൊന്നും നീ അറിയണ്ട, എൻ്റെ കൂടെ വരാൻ നോക്ക്. എന്താ നിനക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വൈജയന്തി തിരിച്ചു ചോദിച്ചു. ഇത് നിങ്ങളുടെ വീടൊന്നും അല്ലല്ലോ, നിങ്ങളുടെ അച്ഛൻ ഈ വീട് അലീനയ്ക്ക് എഴുതി കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ് അവൾ അലീനയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. അമ്മ എന്തൊക്കെയായി ഈ പറയുന്നത് എന്ന് പറഞ്ഞ് രോഹിത്തും ബബിതയും അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അലീന ചേച്ചി നമുക്ക് വേണ്ടി നല്ലതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മേ, പിന്നെന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം കൂടി. ഇവൾ എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണ് എന്നും നിങ്ങളെല്ലാവരും ഇവൾ പറയുന്നത് കേട്ട് ഇവിടെ ജീവിച്ചോ, ഞാൻ ഏതായാലും എവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഉടനെ തന്നെ രോഹിത് അവരെ തടഞ്ഞു. അമ്മ ഇങ്ങോട്ടേക്കായി പോകുന്നത്, അമ്മ ഒറ്റയ്ക്ക് പോയാൽ ആര് നോക്കും അമ്മയെ എന്നൊക്കെ ചോദിച്ച് അവൻ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ വൈജയന്തി അടങ്ങിയില്ല. എനിക്ക് മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പരാതി പറയാൻ തുടങ്ങി. അലീന ചേച്ചി ഒരിക്കലും ഇവിടുത്തെ അധികാരത്തിനൊന്നും വന്നിട്ടില്ല എന്നും അവൾ എപ്പോഴും ഹോം നേഴ്സ് മാത്രമായിരിക്കുമെന്നൊക്കെ രോഹിത് ബബിതയൊക്കെ ആണയിട്ട് പറഞ്ഞു. അവൾ എങ്ങനെയാ നിന്റെ ചേച്ചിയാവുന്നത് എന്ന് വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ഒരാളെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിളിച്ചു പോകുമെന്നും അലീന തൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണെന്നും രോഹിത് പറഞ്ഞു. ഇത് കേട്ട അലീനയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു പോവാണ്. പക്ഷേ ഈ വാക്ക് കേട്ട് വൈജയന്തിക്ക് ഒട്ടും തന്നെ സഹിക്കാനായില്ല. താൻ ഒരുപാടധികം വെറുക്കുന്ന ആളെ തൻ്റെ മക്കൾ ജീവനോളം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. മക്കളെയും കൂട്ടി പോവാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ വൈജയന്തി പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. നീ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് നീ പുറത്തിറങ്ങിയത് എന്ന് രോഹിത്തിനോട് പറഞ്ഞു. അമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം, പക്ഷേ അലീന ചേച്ചി ചെയ്തതൊന്നും അമ്മ മറക്കരുത്. ചേച്ചിയും അച്ഛനും കാരണമാണ് ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞത് എന്ന് രോഹിത്ത് തറപ്പിച്ചു പറഞ്ഞു. വൈജയന്തി ഇത് കേട്ടപ്പോൾ ആകെ തകർന്നു പോവാണ്. പിന്നീട് ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ അടുത്തേക്ക് എത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അലീന ചേച്ചിയെ കാണാതെ എനിക്കൊരിടത്തേക്കും പോകാൻ കഴിയില്ല എന്ന് തന്നെ രോഹിത്ത് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ അത് വലിയ സന്തോഷമായി. പെട്ടെന്നാണ് രോഹിത്ത് ഒരു കാര്യം ചോദിച്ചത്. അലീന ചേച്ചി അച്ഛൻ്റെ മകൾ തന്നെയാണോ എന്ന്. സത്യം അറിയണമെന്ന രോഹിത്തിൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ബാലചന്ദ്രൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ രോഹിത്തിനെ റൂമിലിരുത്തിക്കൊടുത്തിന് ബാലചന്ദ്രൻ സകല സത്യങ്ങളും എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞു. അലീന ആരാണ് എന്നും അവൾ ഇവിടെ വന്ന സാഹചര്യവും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്ത് ശരിക്കും ആകെ സ്തംഭിച്ചു പോയി. എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നിട്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ചേച്ചിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. പാവം എൻ്റെ ചേച്ചിയാണല്ലോ ഞാൻ ഇത്രകാലം ഉപദ്രവിക്കാൻ നോക്കിയത് എന്നൊക്കെ ഓർത്ത് അവൻ കുറ്റബോധം കൊണ്ട് നീറി പുകഞ്ഞങ്ങ് പൊട്ടിക്കരയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നും നീ നന്നാവാനാണ് അവൾ ആഗ്രഹിച്ചത് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അവനെ ആശ്വസിപ്പിച്ചു. ഇപ്പോൾ നീയും അച്ഛനും മാത്രമേ ഈ സത്യം അറിയാവുള്ളൂ, ബബിതയോ അമ്മയോ ഇപ്പോൾ ഇതറിയണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അത് വിലക്കി. തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് സത്യം അറിഞ്ഞതോട് കൂടത്തിന് രോഹിത്തിന് അലീനയോടുള്ള സ്നേഹം ഇരട്ടിച്ചു. രോഹിത്തിൻ്റെ കരച്ചിലടങ്ങിയെങ്കിലും അവൻ്റെ ഉള്ളിലെ തിരിച്ചറിവ് ഒരു വലിയ മാറ്റത്തിന് തുടക്കമിടുകയായിരുന്നു. അലീനയെ കാണുമ്പോൾ വെറും ഒരു ചേച്ചി വിളിയല്ല, മറിച്ച് തൻ്റെ രക്തബന്ധത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള ആ ഒരു ആത്മബന്ധം അവൻ്റെ കണ്ണുകളിൽ തെളിയാൻ തുടങ്ങി. വൈജയന്തിക്കാവട്ടെ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്ന തോന്നലിൽ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. പക്ഷേ അലീന തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. കയ്യിലൊരു ഗ്ലാസ് പാലുമായി അവൾ നേരെ വൈജയന്തി മുറിയിലേക്കെത്തി. പതിവ് പോലെ തന്നെ വൈജയന്തി അവളെ ആട്ടിപ്പായിക്കാൻ നോക്കിയെങ്കിലും അലീന ശാന്തമായി പറഞ്ഞു. മാഡം, ആരെങ്കിലും സ്നേഹിക്കുന്നത് ഒരു കുറ്റമാണോ? ഞാൻ ഈ വീട്ടിൽ വന്നത് ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, തകരാൻ തുടങ്ങിയ ഒരു കുടുംബത്തെ ചുമ്മാ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി മാത്രമാണ്.
അലീനയുടെ ആ വാക്കുകളിൽ ഒരു മകളുടെ നിഷ്കളങ്കതയുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം രോഹിത് അങ്ങോട്ടേക്ക് വന്നു. അവൻ വൈജയന്തിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, നമ്മൾ ഇത്രയും കാലം അലീന ചേച്ചിയെ തെറ്റിദ്ധരിച്ചു. അച്ഛൻ്റെ സ്നേഹം ചേച്ചി തട്ടിയെടുത്തു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കരുത്താണ് ചേച്ചിയെന്ന് മനസ്സിലാക്കണം. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വൈജയന്തിയുടെ ഉള്ളിലെ മഞ്ഞുരുകി തുടങ്ങിയത് അപ്രതീക്ഷമായ ഒരു സംഭവത്തിലൂടെയായിരുന്നു. വൈജയന്തിക്ക് പെട്ടെന്നുണ്ടായ ശ്വാസം മുട്ടലും അസ്വസ്ഥതയെല്ലാം കണ്ടപ്പോൾ മറ്റാരേക്കാളും മുൻപേ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത് അലീനയായിരുന്നു. ഒരു നഴ്സ് എന്ന നിലയിലുള്ള തൻ്റെ അറിവ് വെച്ച് അവൾ നൽകിയ പ്രഥമ ശുശ്രൂഷയാണ് വൈജയന്തിയെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചത്. ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞ വൈജയന്തി കാണുന്നത് തൻ്റെ കട്ടിലിൻ്റെ തൊട്ടരികത്ത് ഉറക്കമൊളിച്ചിരിക്കുന്ന അലീനയാണ്. ആ നിമിഷം തന്നെ വൈജയന്തിയുടെ കണ്ണ് നിറഞ്ഞു. താൻ ഇത്രയും കാലം ദ്രോഹിച്ച പെൺകുട്ടിയാണ് തൻ്റെ ജീവൻ പോലും രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞു. വൈജയന്തി അലീനയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. എന്നെ ശപിക്കരുത് മോളെ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ അലീന അവരെ കെട്ടിപ്പിടിച്ചു. ആ തറവാട്ടിൽ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ സന്തോഷം തിരികെ വന്നെത്തി. അലീന അച്ഛൻ്റെ മകളാണെന്ന സത്യം ബബിത അറിഞ്ഞതോടുകൂടെ തന്നെ ആ കുടുംബം അങ്ങ് പൂർണ്ണമായി. നെടുമ്പരക്കൽ വീട്ടിൽ അലീന ഇപ്പോൾ വെറും ഒരു ഹോം നേഴ്സല്ല, ആ വീടിൻ്റെ തന്നെ ഐശ്വര്യമായ മൂത്ത മകളാണ്. അങ്ങനെ മഴതോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.